നമ്മുടെയൊക്കെ സഹനങ്ങളിലുള്ള ഏറ്റവും വലിയ സങ്കടം എന്നാണെന്നറിയാവോ? നമ്മൾ സഹിക്കുന്നത് ആരും കാണുന്നില്ല എന്നുള്ളതല്ലേ. ഞാൻ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നല്ലാതെ എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യൻ, അതായത് നമ്മുടെ സഹനങ്ങൾ ആരും കാണുന്നില്ല, നമ്മുടെ വേദനകൾ ആരും കാണുന്നില്ല എന്നുള്ളത് തന്നെ ഒരു വേദനയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സഹനങ്ങളിലും ഈ വേദനകളിലും നിന്റെ കർത്താവ് നിന്റെ കൂടെ തന്നെയുണ്ട്, കർത്താവ് കാണുന്നുണ്ട്. ഞാൻ ഈ കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും ഒക്കെ നടുവിൽ ചിലപ്പോൾ കരഞ്ഞ് കണ്ണുനീര് കാരണം തുറന്നു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. കണ്ണല്ല, നമ്മൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണിക്കൂടി കണ്ണ് തുറന്നു നോക്കി നമുക്കൊന്നും കാണാൻ പറ്റില്ല. ചില സമയത്ത് ചിലപ്പോൾ ഫ്രണ്ടിൽ ആരെങ്കിലും നിൽക്കും, അതുപോലെ നമ്മൾ കാണുകയില്ല, കരഞ്ഞ് കണ്ണൊക്കെ മൂടി പോകാൻ വഴിയുണ്ട് അല്ലേ. അങ്ങനെ പോയാലും പേടിക്കണ്ട. കഷ്ടതയുടെ അപ്പമാണെങ്കിലും ക്ലേശത്തിന്റെ ജലവും കർത്താവ് തന്നാലും വചനം പറയാണ്, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും എന്ന് പറഞ്ഞാൽ അത്ര അടുത്ത് നിന്റെ കർത്താവ് ഉണ്ടാകും. നിന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന അകലത്തിൽ നിന്റെ കർത്താവ് കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതാണ് കർത്താവിനോടൊപ്പമുള്ള ഒരു യാത്ര.